അല്ല, നിന്റെ ഈ പഠനത്തിൽ നിനക്ക് മനസ്സിലായത് എന്താ? എന്ത് ആളുകളുടെയൊക്കെ ഒരു സെക്ഷൽ ഫാന്റസി ഒക്കെ വേറെ വിധത്തിലേക്ക് ഞാൻ എന്തുവാട്ടാ സെക്സിന്റെ അതെനിക്ക് തോന്നുന്നു ഋഷാദ് അങ്ങനത്തെ വീഡിയോസ് കാണുന്നുണ്ടാണ് ഫീഡ്ബാക്കിൽ കൂടുതൽ അത് കയറി വരുന്നത്. ഞങ്ങൾക്കൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. ഈ കളിക്ക് മുമ്പ് കഴിക്കണം, കളി കഴിഞ്ഞ് കഴിക്കണം, ശേഷം ആഫ്റ്റർ എത്ര ഗുളികയ്ക്ക്? ആ ഒരു അറിവിന് വേണ്ടി നടത്തിയൊരു പഠനമാണ്. പണ്ടൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ളത് അബ്ദുൽ കലാമിനെ പോലുള്ള ആളുകളാണ്. രോഹിത് നീ അവിടെ പോയി മേടിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞ ഗുളി ഞാൻ തന്നെ പറയാം. ഞാൻ അവിടെ പോയി മേടിക്കാറുള്ള ഗുളികൾ എന്ന് പറയുന്നത് സ്ട്രപ്സിൽസ്, വിക്സ് മുട്ടായി, പച്ച കളർ ഒരു ഗുളിക ഉണ്ട്, നമ്മുടെ വൈറ്റമിനിയുടെ ഗുളിക, വൈറ്റമിൻ സി, വൈറ്റമിൻ സിയുടെ ഗുളിക. ഇതൊക്കെയാണ് ആത്മാർത്ഥമായി സ്നേഹിച്ച് പെൺകുട്ടി വിട്ടുപോയതിനു ശേഷം വേറെ ആരോടും ആ ഫീലിങ്സ് തോന്നാത്ത ഒരുപാട്. പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക എന്ന് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമ്മൾ വിട്ട് പോത്തില്ലെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കള്ളത്തരം പറയാനുള്ള ഒരു എനർജി കിട്ടും. ഈ പോയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ 3G ആയി മാറും. പിന്നെ നമുക്ക് ആ ഒരു എനർജി, പിന്നെ അവള് ഒന്നും ഇല്ലാണ്ട് ഡിപ്രഷൻ ആയിട്ട് ഇരിക്കേണ്ടി വരും. കാരണം നമ്മൾ എല്ലാ ദിവസവും വിളിക്കുന്ന ഒരാൾ പെട്ടെന്ന് വിളിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായി എല്ലാത്തിനും ശൂന്യത. ഇപ്പൊ എനിക്ക് എന്റെ വില അറിയൂല. അപ്പൊ ഞാൻ എന്ന് ആ യൂണിവേഴ്സിന് ഇനി നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നിലും ഒരിടവില്ല. രോഹിതേട്ടാ, ആറാട്ട് ലോകം അതൊരു വേറൊരു യൂണിവേഴ്സാണ്. അവർക്ക് വേറെ കാര്യങ്ങളാണ്, നമ്മളെപ്പോലൊന്നും അല്ല അവർ. അവരുടേതായിട്ടുള്ള ഒരു ബെൽറ്റിലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടൻ? ഈ ആറാട്ട് ലോകത്തിൽ ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞു കയറി ചെല്ലുന്ന അവതാരകനല്ലേ? അതാ ഞാനാണ്. ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ ഇടയ്ക്ക് പോകാറുള്ള ഒരാളാ. പക്ഷെ എന്തിനാ പോവാറ് ഋഷാദ് അവിടെ? എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ അതിന് വേണ്ടിയിട്ടൊക്കെയാണ്, നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്നത്? അവര് ഓരോ സംഭവങ്ങൾ പറയുമ്പോൾ നമുക്കത് റീച്ച് കിട്ടും. അപ്പൊ നമുക്ക് മാത്രമല്ല, ഈ റീച്ച് അവർക്കൂടാണ് കിട്ടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകാറുള്ളത്. ഫണ്ണിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഫണ്ണായി പോകും. വളരെ സീരിയസ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നതെങ്കിലും കേൾക്കുന്നത് നമുക്കത് ഫണ്ണായിട്ടേ തോന്നും. പക്ഷേ ഇവർക്കൊരു ജീവിതമില്ലേ? അവർക്ക് ജീവിതമുണ്ട്, അവർക്ക് ലൈഫ് ഉണ്ട്, അവർക്ക് ഫാമിലി ഉണ്ട്. അവരെ നീ ഇങ്ങനെ കളിയാക്കുന്നത് ശരിയാണോ? അല്ല, അവര് തന്നെ നിന്ന് തരികയാണല്ലോ പല സാഹചര്യങ്ങളിലും. ഇപ്പം അവർക്ക് അവരുടെ ഫാമിലി ഉണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ ഫാമിലി ഉണ്ട്. അപ്പം എനിക്ക് ഇതേപോലെ ഇപ്പൊ ഞാൻ ഈ ആങ്കറിങ്ങിന് പോണത് എന്റെ ഫാമിലിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. ഇപ്പൊ അതുപോലെയല്ലേ അവരും ചിന്തിക്കണം. ഇപ്പൊ അവർക്ക് അവരുടെ ഫാമിലി അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ അവർ പോവാതിരുന്നാൽ പോലെ. ഈ യൂണിവേഴ്സില് ഭയങ്കര രസമാണ്. ആ ഒരു യൂണിവേഴ്സിൽ ഭയങ്കര രസമാണ്. അതായത് അവർക്കൊരു നായകനുണ്ട്, അതായത് ഈ യൂണിവേഴ്സിന്റെ സൃഷ്ടാവ്. അത് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അയാൾ കാരണം സൃഷ്ടിക്കപ്പെട്ടത്. അയാളുടെ പേര് സന്തോഷ് വർക്ക് ചെയ്തതാണ്, ആറാട്ടണ്ണൻ. ആറാട്ടണ്ണൻ ഇപ്പൊ കുറച്ചു സമയം മുമ്പ് എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഓൺലൈൻ മീഡിയക്ക് നന്ദിയില്ല, എത്തിക്സ് ഇല്ലാത്തവരാണ്. ഞാൻ നിങ്ങൾക്ക് എത്ര ഇന്റർവ്യൂ ഫ്രീ ആയി തന്നു, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വിളിച്ച ഫോൺ എടുക്കുന്നില്ല. നമുക്ക് നമ്മള് എന്തെങ്കിലുമൊക്കെ തിരക്ക് നിൽക്കുമ്പോൾ കണ്ടിന്യൂസ് വിളിക്കും. പിന്നെ വിളിച്ച സന്തോഷം തിരക്കാ വിളിക്കാന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ചിത്രയെ വിളിക്കും. അപ്പം 2-3 ദിവസം മുമ്പ് രാത്രിയിൽ ചിത്ര വിളിച്ചു. ഞാൻ വീട്ടിലാണ്, അപ്പൊ എനിക്ക് എന്റെ ഫാമിലി ലൈഫ് ഒക്കെ ഉണ്ട്. രാത്രിയിലൊന്നും വിളിച്ച ഓഫീസ് കാര്യങ്ങൾ പകല് വിളിക്കും സ്വാഭാവികമായിട്ടും. ഉടനെ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ചിത്രയുടെ സ്വഭാവം ശരിയല്ല കേട്ടോ. എന്തോ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും പക്ഷെ നമ്മൾ ഓൺലൈൻ മീഡിയയിൽ നിൽക്കുന്നവരാണ്. നമുക്ക് 6ഓളം പ്ലാറ്റ്ഫോമുകൾ. ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ ഇവരുടെ ഇന്റർവ്യൂ ഇടുന്നുണ്ട്. എന്റെ കാര്യം എന്ന് പറയുന്നത്, പക്ഷെ ഒരിക്കൽ പോലും ഇവരെ ഒന്ന് കളിയാക്കാനോ, നീ ഋഷാദ് എനിക്ക് തോന്നുന്നു പോപ്പിൻസിൽ പ്രാങ്ക് ഷോ ചെയ്തിട്ടുണ്ട്. അലിൻ ജോസ് പെരേരെ വെച്ചിട്ട് ആറാട്ടണ്ണന്റെ വീട്ടിൽ പോയിട്ട് അത് അവരുടെ സമ്മതത്തോടെയും സമ്മതം ഇല്ലാതെയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവരൊന്നും ഒരു കാരണവശാലും ഹേർട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഇപ്പൊ അവസാനം ഉണ്ടായൊരു സംഭവം, ഈ ആറാട്ടണ്ണൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്റെ ഒരു സീരിയസ് ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമോ? സീരിയസ് ഇന്റർവ്യൂ. അപ്പം എനിക്ക് കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ പറയാനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാള് ഓട്ടവകാശമുള്ള ഒരു മനുഷ്യനാണ്, അല്ലേ? നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്, PhD. അപ്പൊ ഇദ്ദേഹം സ്വയം കോമാളിയായതും അല്ലെങ്കിൽ മറ്റുള്ളവർ കോമാളിയാക്കിയതുമാണ്. ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. പണ്ട് ഞാൻ ആ ബാക്ക് മീഡിയയുടെ തുടക്കത്തിൽ ഇയാളുടെ ഒരു ഇന്റർവ്യൂ എടുത്തു. അന്ന് ഞാൻ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അന്ന് ഞാൻ ചോദിച്ചു, താങ്കൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണെന്ന് ചോദിച്ചു. പറഞ്ഞു എന്റെ അച്ഛൻ. ഞാൻ പറഞ്ഞു, തന്റെ അച്ഛൻ മരണത്തിന് ശേഷം എവിടെയെങ്കിലും ഇത് തന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അച്ഛന്റെ മാനസികാവസ്ഥ എന്ന് ചോദിച്ചു. ഇയാൾ കണ്ണൊക്കെ നിറഞ്ഞിട്ട് അച്ഛന് വിഷമമാവുമായിരിക്കും. വളരെ സീരിയസ്. അത് കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, ഇയാൾ ഒരു കോമാളി വാക്കാതെ വളരെ മാന്യമായ രീതിയിലൊരു ഇന്റർവ്യൂ ആയിരുന്നു. എനിക്ക് അന്നോട്ട് ഇയാളോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി. ഇയാൾ ചെയ്യുന്ന ഓരോ ആവത്തങ്ങളും പൊട്ടത്തരവും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പൊട്ടത്തരം കാണിക്കാൻ പോകല്ലേ, നിങ്ങളെ കോമാളിയാക്കുന്ന ചാനലുകളിൽ ഇയാൾ മുഖം കൊടുക്കാതിരിക്കും. ഇയാൾക്ക് ആവശ്യമൊന്നുമില്ല. ഇയാള് ഇയാള് സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ വേണമെങ്കിൽ ഇയാളെ വെച്ച് നമുക്ക് ചെയ്യാം.
എനിക്ക് തോന്നുന്നു ഞാൻ ഇയാളെ വെച്ചിട്ട് ഒരു റീൽ ചെയ്തു, ഒരു പരസ്യം. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര രൂപ വേണോ ആറാട്ടെണ്ണാന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഒരു എമൗണ്ട് പറഞ്ഞു. വലിയ എമൗണ്ട് ഒന്നുമല്ല കേട്ടോ, ഒരു ചെറിയ എമൗണ്ട്. ആ എമൗണ്ട് നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഇത് അലിൻ ജോസ് പെരേരയെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്, പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇയാൾ ഈ ഓഫീസിൽ ഈ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആറാട്ടെണ്ണ പൈസ ഒന്നും മേടിക്കാറില്ല. ആ കാര്യത്തിലൊക്കെ അയാൾ ഡീസന്റ്. പക്ഷെ അലിൻ ജോസും ബാക്കിയുള്ളവരൊന്നും അങ്ങനല്ല. അവർ പറയും, അത് ഞാൻ കുറ്റം പറയുന്നില്ല, അവര് വണ്ടി തന്നെ അടിച്ചു വരും അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആറാട്ടൺ അങ്ങനെയല്ല. ആറാട്ടൺ നമ്മളിപ്പോ ഇന്റർവ്യൂവിന് വിളിച്ചാൽ ഒറ്റയ്ക്കാണ് വരാറ്. പക്ഷെ അലിൻ ജോസ് പെരേരനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കടന്തല് കൂട് വരുന്ന പോലെയാണ്. അതൊക്കെ അവരുടെ കാര്യങ്ങളെ അതിനകത്ത് പ്രശ്നമല്ല. ഇപ്പൊ നോക്കൂ, അഭിലാഷ് ചേട്ടായ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ചേട്ടാ എന്റെ ഒരു സീരിയസ് ഇന്റർവ്യൂ. ഞാൻ ആദ്യം വിചാരിച്ചു എന്തിനാ, ഇയാള് പണ്ട് ചെയ്ത പ്രോഗ്രാമുകളുടെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചത് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് ഇയാളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ അഭിലാഷ് നടത്തിയ ഒരു ഇന്റർവ്യൂ, ആ ബാക്കിൽ പഴയ ഫീഡ് തപ്പിയാക്കിട്ട് അതിൽ അഭിലാഷ് കുറെ കഥകൾ പറയുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ അഭിലാഷ് ഈ യൂണിവേഴ്സിൽ ഇങ്ങനെ ജീവിക്കുന്ന ഇവരോടൊപ്പം നടക്കുന്നത്? അഭിലാഷ് വലിയ കലാകാരനല്ലേ, അഭിലാഷിന്റെ രീതി. ഒപ്പം എന്നോട് പറഞ്ഞു, ചേട്ടന്റെ മുന്നേ ഞാനിപ്പോ ഈ ഇന്റർവ്യൂ ഇരിക്കുന്നത് പോലും അങ്ങനെ നടക്കുന്നത് കൊണ്ടല്ലേ. ശരിയാണെന്ന് എനിക്ക് തോന്നി അവരുടെ ആസ്പെക്ടില്. പിന്നീട് ഇപ്പൊ അഭിലാഷ് കുറെ കാലമായി വിളിക്കാത്തതിന്റെ കാരണം എന്താണെന്നുള്ളത് അഭിലാഷിന് അറിയാൻ എനിക്കും അറിയാം. അതവിടെ നിൽക്കട്ടെ. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ ആളുകളും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ വരും, ചിരിക്കും, കൈ കൊടുക്കും, പിരിയും. നമ്മൾ ഇവരെ വെച്ച് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോ ഈ വീഡിയോ കണ്ടപ്പോ എന്തോ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാവാത്ത ആളാണ് ഈ ആറാട്ടണ്ണൻ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായതിന്റെ പുറത്താണ് ഋഷാദ് ഈ വിഷയം പറഞ്ഞത്. ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞു. കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയും, കട്ട് ചെയ്യും, എന്ത് പറയും, കട്ട് ചെയ്യും, എന്ത് പറയും. അത് നമ്മള് 6 ചാനലുകളിൽ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നു, വീഡിയോ ചെയ്യുന്നു. ഇതിന്റെ ഷൂട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും വിളിക്കുക. ഇതൊന്നും ചിന്തിക്കാതെ ആയിരിക്കും വിളിക്കുന്നത്. അവസാനം മോശമായി സംസാരിച്ച് ഇത് അവസാനം അതിന്റെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അയാൾ കൊണ്ടുപോകും. ഒരു വഴക്കായോ? അപ്പൊ വഴക്കുന്നത് എന്ത് വഴക്ക്? നീ എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തനി കൊല്ലത്തുകാരനാക്കി മാറ്റി. കൊല്ലംകാരനായി ആവാതിരിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ അവസാനം നടന്ന സംഭവം നമ്മുടെ പൊളിറ്റിക്കൽ ചാനലാണ് നേഷൻ ഫസ്റ്റ്. എന്നെ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് സീരിയസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ശരി എന്ന് പറഞ്ഞു. ഇയാൾ കുറെ പൊളിറ്റിക്കൽ, അപ്പൊ അതിന്റെ അടിയിൽ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ചെയ്തു, എന്തിനാണ് ഈ ബോധമില്ലാത്ത. അപ്പൊ ഞാൻ തന്നെയാണ് നേഷൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന കമന്റ് ഇട്ടു. അവർക്ക് വോട്ടവകാശമുള്ള പൗരനാണ്, അവർക്കും പറയാനുണ്ടാകും. ആർക്കും എന്ത് പറയാനുണ്ടെങ്കിലും അതിനുള്ള പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കും. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ധൈര്യമായി കടന്നു വരും. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ പൊട്ടക്കേട് വിവരക്കേടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളുടെ റിസ്കിൽ. ഇതിനുശേഷം ഇയാൾ ചെയ്ത പരിപാടി എന്താണെന്നറിയോ? അപ്പം ഹർഷയാണ് ഇന്റർവ്യൂ അല്ല ചർച്ച എടുത്തത്. ഇയാൾ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തോണ്ട് ഇയാളുടെ ഫേസ്ബുക്കിൽ അങ്ങ് ഷെയർ ചെയ്തു. കൊള്ളാം. സ്വാഭാവികമായിട്ടും നമുക്ക് റൈറ്റ്സ് മാനേജർ ഉണ്ട്, കോപ്പിറൈറ്റ് അടിപ്പിക്കും. അപ്പൊ ഞാൻ അടിക്കുമ്പോൾ നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കും, നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ എന്തിനാണ് നമ്മള് ഈ കഷ്ടപ്പെട്ട് ഈ വീഡിയോ എടുക്കുന്നത്? നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാ? അതിന്റെ ആവശ്യമുണ്ടോ? നമ്മള് പൈസ ഉണ്ടാക്കി, സ്റ്റുഡിയോ ഉണ്ടാക്കി, അവതാരികയും വെച്ച്, ഈ ഒരു വിഷയം ഉണ്ടാക്കി, ചാനലിലിട്ട് യൂണിറ്റ് എല്ലാം വെച്ച് ഈ വീഡിയോ എടുത്തിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നോക്കുമ്പോൾ എല്ലാ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ആറാട്ടെണ്ണന്റെ വീഡിയോ ഞാൻ രാഷ്ട്രീയം പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇയാളുടെ പ്ലാറ്റ്ഫോമിൽ കണ്ട ആള് പിന്നെ നമ്മൾ എന്നെ കാണാൻ ഇയാള് എന്നോട് അവസാനം ഞാൻ 10 പൈസ മേടിക്കാതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്തത്. എനിക്ക് നിങ്ങളുടെ ഇന്റർവ്യൂ ഒന്നും വേണ്ട, നീ എപ്പോഴും ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഞാൻ വന്നോട്ടെ, നമുക്ക് ഇരുന്നാലോ, സംസാരിച്ചാലോ എന്ന് പറയുന്നതാണ് നമ്മള് വിളിക്കാറ്. പിന്നെ ഇയാളെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കുറച്ചു മുമ്പ് ഇയാള് ഫേസ്ബുക്കിൽ ഓൺലൈൻ ചാനലുകാർക്ക് എത്തിക്സ് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു വീഡിയോ ആണ്. പേര് ഞാൻ പറയുന്നില്ല, പേര് പറയണം. ആരാണെന്ന് വെച്ചാൽ പേരെടുത്ത് പറയണമെന്നുള്ളതാണ് അല്ലേ? പിന്നല്ലാതെ, കാരണം അവിടെ എവിടെയും തട്ടി ആരാണ് അറിയാതെ പോണേക്കാൾ നല്ലത് ആ പേരങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അതെ. ഇനി സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വനിതാ തിയേറ്ററിൽ വന്ന് പെർഫോമൻസ് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു കലാകാരൻ കഴിഞ്ഞോ? ഇപ്പൊ ആരും കാണുന്നില്ലല്ലോ. ഇപ്പൊ ഇല്ല, അങ്ങനെയൊന്നും പുതിയ അവതാരങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഇല്ല. ഇപ്പൊ ആരൊക്കെയോ വന്ന് 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാഞ്ഞു പോവാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ് ലോക്ക് ഒക്കെയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ എന്താ അഭിലാഷ് ആട്ടയത്തിന്റെ ഒക്കെ കുറെ വീഡിയോസ് വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഋഷാദ് അങ്ങനത്തെ വീഡിയോസ് കാണുന്നുണ്ടാണ് ഫീഡ്ബാക്കിൽ കൂടുതൽ അത് കയറി വരുന്നത്. ഞങ്ങൾക്കൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. അങ്ങനല്ല, വരുന്നത് മോട്ടിവേഷണൽ സ്പീച്ച് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. എനിക്ക് വരുന്നുണ്ട് മോട്ടിവേഷൻ സ്പീച്ച്. പക്ഷെ ഞാൻ അവരുടെ യൂണിവേഴ്സിലുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിന് കണ്ടന്റ് കിട്ടാൻ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നോക്കും. അകത്തേക്ക് ആഴ്ന്നിറങ്ങി നോക്കുമ്പോഴേക്കും എനിക്ക് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അകത്തേക്ക് ആഴ്ന്നിറങ്ങി പോകുന്നതിന്റെ ബ്രൗസിംഗ് ഹിസ്റ്ററിയിലൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അതെ, ഉറപ്പായിട്ടും ഞാൻ തന്നെയാണ് എഡിറ്റർ, ഞാൻ തന്നെ കട്ട് ചെയ്ത് കളയുന്നുള്ളതാണ്. അതല്ല, നീ എന്താണ് ബ്രൗസ് ചെയ്യുന്നതെന്നുള്ളത് നിന്റെ ഫോണൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങൾ ആ ഹിസ്റ്ററി നോക്കാറുണ്ട്. പോപ്പിൻസ് നമ്മുടെ ചാനലാണ്. അപ്പൊ പോപ്പിൻസിന് വേണ്ടിയിട്ടും മറ്റു ചാനലുകൾക്കും വേണ്ടിയിട്ട് ഒരു വലിയ പഠനം ഞാൻ നടത്തിയിരുന്നു.
അപ്പൊ ആ പഠനത്തിന്റെ അവസാനമായിട്ട് എനിക്ക് കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാം. എന്തൊക്കെയാണ് താങ്കൾ ആ പഠനത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചു. നമ്മുടെ ചാനൽ ഇപ്പൊ ഒരു ചാനൽ നമ്മൾ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, അതിപ്പോ ഒരു ബാഡ് എന്താണ്, ഇപ്പൊ നമ്മൾ എന്ത് കിട്ടാൻ നമുക്ക് ഇപ്പൊ യൂട്യൂബ് ആയിരുന്നാൽ തന്നെ യൂട്യൂബ് ചിലതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പ്രശ്നമുണ്ട്. എന്താണ് നീ പോയി കണ്ട സൈറ്റിലുള്ള വീഡിയോസ് ഒന്നും യൂട്യൂബിൽ ഇട്ടാൽ നമ്മുടെ ചാനൽ അടിച്ചു പോകില്ലേ? അതാ അതൊരു പഠനമല്ലേ. നമുക്ക് ബാക്കി ആറാട്ട് നമുക്ക് ലൈവിൽ അവന്റെ ബ്രൗസിംഗ് ഹിസ്റ്ററി ഒന്ന് മേടിച്ചു നോക്കിയാലോ? പിന്നെ ഞാൻ എന്റെ ക്യാമറമാൻ ഓടി. അപ്പൊ അതാണ്. പിന്നെ നമുക്ക് അത് പറയാൻ പറ്റത്തില്ലല്ലോ. പഠനങ്ങൾ പല വിധത്തിലുണ്ട്. അല്ല, നിന്റെ ഈ പഠനത്തിൽ നിനക്ക് മനസ്സിലായത് എന്താ? എന്ത് ആളുകളുടെ ഒക്കെ ഒരു സെക്ഷൽ ഫാന്റസി ഒക്കെ വേറെ വിധത്തിലേക്ക് ഞാൻ എന്ത് കേട്ടാ സെക്സിന്റെ എന്താണ് ഈ ആളുകളിലൊക്കെ സെക്ഷൽ ഫാന്റസി? ഈ ഞാൻ പറഞ്ഞു എക്സൽ അക്കൗണ്ട് ഉണ്ടോ? എക്സിൽ അക്കൗണ്ടോ? എക്സിൽ അക്കൗണ്ട് മീൻസ് ട്വിറ്റർ, പഴയ ട്വിറ്റർ, ഇപ്പൊ എക്സ് ഇല്ല. എടുക്കണം, അവിടെയാണ് കളി മൊത്തം. ആണോ? അതെങ്ങനെ അറിയാം? ഏട്ടൻ എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്, അതിൽ കാണാറുണ്ട്. ഓക്കെ, ഞാൻ പറയാം എന്റെ അറിവ് എങ്ങനെയാണ്. അക്കൗണ്ട് അടിച്ചു പോയി. കണ്ടുണ്ട് എന്റെ ഞാൻ പിന്നെ കണ്ട ചേട്ടന്റെ അക്കൗണ്ടിനായിരുന്നു, എന്റെ അക്കൗണ്ട് അടിച്ചു പോയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റേ മെയിൻ ആയിട്ട് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് തപ്പി പോണ വഴിക്ക് താഴോട്ട് നമ്മൾ പോകും. സ്വാഭാവികമായിട്ടും താഴോട്ട് പോകും. അപ്പൊ അതിന്റെ താഴെ ഒരു വീഡിയോ നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കും എന്താണ് കണ്ടന്റ് എന്ന് അറിയാം. നോക്കും, അതായത് ഇപ്പൊ ഒരു വീഡിയോ കാണാം 6 മില്യൺ വ്യൂ, ഇവൻ എന്തുകൊണ്ട് 6 മില്യൺ കിട്ടി എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ അങ്ങനെ ഇത് എന്തുകൊണ്ട് 6 മില്യൺ, അപ്പൊ നോക്കും ഇത് അശ്ലീലമായ ഒരു വീഡിയോ ആയിരിക്കും, വേറെ സൈഡിലേക്ക്. അപ്പൊ നമ്മുടെ എന്താ പറയുക, താഴോട്ട് പോകുമ്പോ 11 മില്യൺ. ഇതെങ്ങനെ 11? അപ്പൊ നമുക്ക് എങ്ങനെ 11 മില്യൺ ഉണ്ടാക്കാന്നുള്ളതാണ് എന്റെ മൈൻഡ്. അപ്പൊ ഞാൻ അതിൽ നോക്കുമ്പോ ഇത് വേറെ വീഡിയോ. അങ്ങനെ കുറെ അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനത്തെ വീഡിയോക്ക് റീച്ച് കൂടുതലാണ്. പക്ഷെ നമുക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 300 ടാബ് തുറന്നപ്പോഴാണ് നിനക്ക് മനസ്സിലായത് ഇതൊന്നും തുറന്നുകൂടാ. അപ്പോഴാണ് എനിക്ക് അറിവ് കിട്ടിയത്. ഇതൊക്കെ കുഞ്ഞല്ലേ കേട്ടാ, എന്നെ അറിയാവുന്നവർക്ക് അറിയാലോ ഞാൻ നിഷ്കളങ്കനാണ്. അപ്പൊ അങ്ങനെ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് അറിവുകളുണ്ടായി. അത്രയും കണ്ടുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഇടുന്ന വീഡിയോസ് ഉണ്ടല്ലോ, അത് യൂട്യൂബിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബുകാരെ നമ്മുടെ ചാനൽ അടിച്ച് കളയും. ആ ഒരു അറിവിന് വേണ്ടി നടത്തിയൊരു പഠനമാണ്. പണ്ടൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ളത് അബ്ദുൽ കലാമിനെ പോലുള്ള ആളുകളാണ്. അതിനുശേഷം സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിൽ ഇരുന്നിട്ടായിരുന്നു. അതെ, പകലൊക്കെ ഇവർ എന്തോ ചെയ്യുമായിരുന്നുള്ളതാ. പകലൊക്കെ എന്തോ ചെയ്യുമായിരുന്നു എന്തോ. ഈ ഫോണില്ലാത്ത കാലഘട്ടത്തിൽ ഋഷാദ് ജീവിച്ചിട്ടുണ്ടോ? ഫോണില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. അന്നൊക്കെ എങ്ങനെയായിരുന്നു ഈ സൈറ്റുകൾക്ക് പകരം എന്തായിരുന്നു? അന്നില്ലായിരുന്നു കേട്ടോ. അത് നമ്മൾ പറഞ്ഞ സൈറ്റുകള് ഫോൺ ഇല്ലാതിരിക്കുന്ന നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ തിങ്കിങ് ആണ്, ആലോചിച്ചിരിക്കുക എന്നുള്ളതാണ് ആകെ ഒരു നല്ല വഴി. അങ്ങനെ ആലോചനയിൽ നിന്നാണ് ഈ ബാലയുടെ ഡ്യൂപ്പൊക്കെ ചെയ്യുന്നതിനെ പറ്റിയുള്ള ചിന്തയിൽ. അതെ, അങ്ങനെ ഫോൺ ഇല്ലാതിരിക്കുക. ഫോൺ ഇല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരാൾ വിളിച്ചു, ഇപ്പൊ നമ്മൾ എടുത്തില്ല, ഇപ്പൊ ചിലപ്പോൾ ഞാൻ വിചാരിക്കും 2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കും. ഇപ്പൊ ആറാട്ടണന്റെ വിഷയം പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വിഷയം നമ്മൾ വിട്ടുപോകും. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ തിരിച്ചു വിളിക്കുമ്പോൾ ഇവന്മാരെ നമ്മുടെ അടുത്ത് പെണങ്ങും. ഫോൺ ഇല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നമില്ല. ഇവര് നമ്മളെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ്, ഫോണില്ല, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ വരും. പല വിധത്തിലുള്ള ഐഡിയകളുണ്ട്. റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആരോ ചിലടത്ത് ശരിയാവും, ചിലടത്ത് ശരിയാവൂല. അങ്ങനെ ഒരു സംഭവമാണ് റിലേഷൻഷിപ്പ്. പക്ഷെ ഈ പണ്ടൊക്കെ ഈ പെൺകുട്ടികൾ ആ ഒരു റിലേഷൻഷിപ്പിലായി അവർ ചിലപ്പോ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയി. അപ്പം അന്നൊക്കെ നാട്ടിൻപുറങ്ങളൊക്കെ ആണല്ലോ, കടൽ തീരത്ത് കാട്ടുപൊന്തയിലോ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. കാട്ടുപൊന്ത, കുറ്റിക്കാട്, ഇവിടെയൊക്കെ പോയിട്ട് ഇവര് സെക്സിലൊക്കെ ഏർപ്പെടും. അതിനുശേഷം പെൺകുട്ടി ഗർഭിണിയാവും. അതോടുകൂടി അവളുടെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കും. എന്നിട്ട് ഇവള് ജീവിതാവസാനം വരെ ഈ കൊച്ചിന് വേണ്ടി ജീവിക്കുന്നു. അതൊക്കെ നമ്മൾ കണ്ടു. ചെറുക്കന്മാരെ കല്യാണം കഴിക്കും. ഇപ്പൊ തിരിച്ചാണ്. ചെറുക്കന്മാർ എങ്ങനെയും ഇതൊന്നും പ്രഗ്നന്റ് ആവാൻ വേണ്ടി നടക്കുക. ചെറുക്കന്മാര് പ്രഗ്നന്റ് ആവണോ? പെണ്ണുങ്ങള് ഇല്ലെങ്കിൽ ഇട്ടിട്ട് പോണ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആയാലും എന്തോ അബോട്ട് ചെയ്തിട്ട് വേറെ പോകും. അപ്പൊ IPL ഒരു ഗുളിക ഉണ്ടല്ലോ, എനിക്കറിയില്ല. അങ്ങനെ ഗുളികയുണ്ടോ? ഒരു ഗുളിക ഉണ്ട്, അത് കഴിച്ചാൽ മതി. എന്തിനുള്ളതാ? പ്രഗ്നന്റ് ആവാതിരിക്കാനുള്ള. എങ്ങനെ? ഈ കളിക്ക് മുമ്പ് കഴിക്കണോ കളി കഴിഞ്ഞ് കഴിക്കണോ? ശേഷം, ആഫ്റ്റർ ഗുളികക്ക് പൈസ അറിയത്തില്ല, ഞാൻ മേടിച്ചിട്ടില്ലല്ലോ. എന്താ നീ വാങ്ങാറ് സാധാരണ? ഞാൻ അങ്ങനൊന്നും മേടിക്കാറില്ല. ഞാൻ നിഷ്കളങ്കനാണ്. എനിക്കിത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോ ആളുകളുടെ അറിവുകളാണ്. ഇപ്പൊ ചേട്ടൻ എനിക്ക് പറഞ്ഞു തരുന്ന അറിവുകൾ, അത് ഞാൻ വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ അത് എന്റെ അറിവാക്കി പറയും. അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല മെഡിക്കൽ സ്റ്റോറിൽ ചേച്ചി പറയുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ ചേച്ചി എന്താ പറഞ്ഞേ? നീ അവിടെ പോയി മേടിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞ ഗുളി ഞാൻ തന്നെ പറയാം. ഞാൻ അവിടെ പോയി മേടിക്കാറുള്ള ഗുളികൾ എന്ന് പറയുന്നത് സ്ട്രപ്സിൽസ്, വിക്സ് മുട്ടായി, പച്ച കളർ ഒരു ഗുളിക ഉണ്ട്, നമ്മുടെ വൈറ്റമിനിയുടെ ഗുളിക, വൈറ്റമിൻ സിയുടെ ഗുളിക, ഇതൊക്കെയാണ്. ഫേസ് വാഷ്, അത് ഗുളികയായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. തലവേനയുടെ ഗുളിക ഇടയ്ക്ക് മേടിക്കും. അത് ഭയങ്കര തലവേന ഇടയ്ക്ക് വരാറുണ്ട്. അല്ലാതെ നീ IPL കൊണ്ടൊന്നും മേടിക്കില്ല? ഇല്ലില്ല. വെറുതെ ഒരു ഫണ്ടിനെങ്കിലും.
ഫണ്ണിന് കൊണ്ടോ കാര്യം മേടിച്ചു. അത് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നേ നാട്ടില്. അപ്പൊ ഇവൻ എല്ലാ ദിവസവും ജംഗ്ഷനിൽ പോകും. ജംഗ്ഷനിൽ പോകുമ്പോ ഇവര് സഹകരിക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ എല്ലാ ദിവസവും വൈകിട്ട് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കും. അപ്പൊ പുള്ളി ഒരു കോണ്ടം ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കും. കാരണം സ്ഥിരം കസ്റ്റമറാണ്, ആഴ്ചയിലൊരിക്കൽ വന്ന് മേടിക്കുന്നത്. പ്രോയാണ്. അപ്പൊ ഇവന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി തന്നെ പുള്ളി പോയിട്ട് ഈ കോണ്ടം വാങ്ങിച്ചു. കോണ്ടം വാങ്ങിച്ചപ്പോ കൂട്ടുകാരനോടെ പോയിട്ടാ മേടിക്കുന്നത്. അപ്പം കൂട്ടുകാരൻ ചോദിച്ചു, നീ എന്തിനാടാ ഈ കോണ്ടം മേടിച്ചേ? ഇതിന്റെ ആവശ്യമുണ്ടോ? കല്യാണം കഴിഞ്ഞല്ലേ? അല്ലളിയാ, കല്യാണം കഴിഞ്ഞ എല്ലാരും മെഡിക്കൽ ഷോപ്പിൽ വന്നത് മേടിക്കുന്നുണ്ട്. ഞാൻ മേടിച്ചില്ലെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പുകാർ എന്താ അറിയത്തില്ല, അതുകൊണ്ട് മേടിച്ചു എന്ന രീതിയിലെങ്കിലും നീ പോയി മേടിക്കാറുണ്ടോ? പക്ഷെ എന്റെ കല്യാണം കഴിയാത്തോണ്ട് എനിക്ക് അതിനുള്ള സാഹചര്യം വന്നിട്ടില്ല. കല്യാണം കഴിയണോ ഇതൊക്കെ മേടിക്കാൻ ഉപയോഗിക്കാൻ? കല്യാണം കഴിയാന്ന് ഇപ്പൊ ആ കാലഘട്ടം അല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് എന്താണെന്നറിയോ, ഇപ്പൊ ഈ ഡിപ്രഷനും സങ്കടവും ഒക്കെ പെൺകുട്ടികൾക്കാണോ ആൺകുട്ടികൾക്കാണോ? അത് രണ്ടുപേർക്കും ഉണ്ടാവാം. ഇപ്പൊ ഒരു ഇതിന്റെ പ്രശ്നമാണ്, ഒരു എന്താ പറയാ, പല ആളുകൾക്കും പല മൈൻഡ് സെറ്റ് ആണല്ലോ. ചേട്ടന്റെ മൈൻഡ് സെറ്റ് അല്ലല്ലോ എന്റെ മൈൻഡ് സെറ്റ്. എനിക്കങ്ങനെ ഞാൻ ചില സമയത്ത് ഞാൻ ഡിപ്രഷൻ വന്ന ഡിപ്രഷനാണ്. കുറച്ചാൾ മുമ്പ് ഞാൻ ഡിപ്രഷൻ ആയിരുന്നു. എന്നോടൊരു കൂട്ടുകാരൻ പറഞ്ഞു, അവനെ ഈ കുഞ്ഞുനാൾ നല്ലൊരു പെൺകുട്ടിയോട് പ്രണയത്തിലായിരുന്നു. ഇവർ തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധം ഉണ്ടാകും. 10-20 വയസ്സേ ഉള്ളൂ, ഒക്കെ പ്രായമുള്ളൂ. എന്റെ പ്രായം. ഇവര് ഒരുപാട് അവിടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവസാനം ഈ പെൺകുച്ചി ഇവനെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഇവന് ഭയങ്കര സങ്കടമായി. ഇവ ഇപ്പൊ പറയുന്നറിയോ, അപ്പൊ ഇവന് ഒരു ഇച്ചിരി കൊള്ളാവുന്ന ഒരു പയ്യനാണ്, നിന്നെ പോലല്ല, കൊള്ളാവുന്ന ഒരു പയ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പെൺകുട്ടികൾ ഇവനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവൻ ആരോടും ആ ഒരു ഫീലിങ്സ് ഇല്ല. ഇവൻ പറയുന്നത് മറ്റേതിന്റെ ആ ഒരു സാധനത്തിൽ ആഫ്റ്റർ നിൽക്കുകയാണ്, കിട്ടുന്നില്ല. അതെന്താന്ന് പറഞ്ഞാൽ നമുക്കിപ്പം അന്ന് ഉണ്ടായിരുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. പിന്നെ വേണമെങ്കിൽ എന്റർടൈൻമെന്റിനും ഈ പറഞ്ഞ കണക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോകാനും വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം. അങ്ങനെ പറ്റുമോ? അങ്ങനെ ആക്കരുത്. അതാണ് പറ്റൂ. അങ്ങനെ ചില ആളുകൾക്ക് പറ്റും. നീ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ആക്കാമോ? അങ്ങനെ പറ്റുന്ന ആളുകളുണ്ട്. ആത്മാർത്ഥമായി സ്നേഹിച്ച് പെൺകുട്ടി വിട്ടുപോയതിനു ശേഷം വേറെ ആരോടും ആ ഫീലിങ്സ് തോന്നാത്ത ഒരുപാട് ചെറുപ്പക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പ്രേമിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പോകൃത്തം നടക്കും, പോയി കഴിഞ്ഞാൽ പിന്നെ നടക്കും. അതെന്താന്ന് പറഞ്ഞാൽ നമ്മള് പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക എന്നും നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമ്മൾ വിട്ട് പോത്തില്ലെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കള്ളത്തരം പറയാനുള്ള ഒരു എനർജി കിട്ടും. ഈ പോയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ 3G ആയി മാറും. പിന്നെ നമുക്ക് ആ ഒരു എനർജി, പിന്നെ അവള് ഒന്നും ഇല്ലാണ്ട് ഡിപ്രഷൻ ആയിട്ട് ഇരിക്കേണ്ടി വരും. കാരണം നമ്മൾ എല്ലാ ദിവസവും വിളിക്കുന്ന ഒരാൾ പെട്ടെന്ന് വിളിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വല്ലാത്തൊരു ശൂന്യതയിലൂടെ ആയിരിക്കും പിന്നെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നതെന്ന് പറയാം. ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വിടവച്ച, അതായത് നല്ല വരികളിലൂടെ ഓവർകം ചെയ്യാം, മോശ വരികളിലൂടെ ഓവർകം ചെയ്യാം. രണ്ടുപേരും കേൾക്കണം. ഞാൻ എങ്ങനെ ഓവർകം ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല വരികളിലൂടെയാണ്. ഞാൻ ബുക്ക് എഴുതി, മെഡിറ്റേഷൻ ചെയ്ത്, എനിക്ക് ഡയറി ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഡയറി ഇംഗ്ലീഷിലാണ്. പിന്നെ പാട്ട് കേൾക്കും. കാക്കനാട് ടു എടപ്പള്ളി പ്രൈഡ്, അതല്ലേ ചിക്കൻ ബിരിയാണി, യെസ്, കം ബാക്ക് ടു ഓഫീസ്, അതല്ലേ. പിന്നെ പാട്ട് കേൾക്കണം, നല്ല പരിപാടി. അതൊക്കെയാണ് രോഹിത് മാ. അങ്ങനെയൊക്കെ നല്ല വരികളുണ്ട്. പിന്നെ ബുക്ക് എഴുതി മെഡിറ്റേഷൻ ചെയ്തോ? മെഡിറ്റേഷൻ ചെയ്ത് കണ്ണടച്ച് കിടക്കും. അത് ഉറക്കുന്നല്ലേ പറയാ. അത് മെഡിറ്റേഷൻ നമ്മള് നല്ല ചിന്തകൾ. പക്ഷെ നമുക്ക് ആ സമയത്ത് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് പാട്ട് കേൾക്കണം, സിനിമ കാണണം, ഗെയിം കളിക്കണം. അങ്ങനത്തെ നല്ല കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരുണ്ടോ? അങ്ങനെ നല്ല കൂട്ടുകാരന്മാർ ഒരുപാടുണ്ട്. ഇപ്പൊ എനിക്ക് ഈ സ്റ്റുഡിയോയിൽ തന്നെ ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട്. അവരെ മറ്റേ നീയല്ലേ പറഞ്ഞ നിന്റെ ഏതോ ഒരു കൂട്ടുകാരിയുടെ ഫോണിൽ വേറൊരു കൂട്ടുകാരൻ വിളിച്ച് അവളുമായിട്ട് കമ്പനി ആയിട്ട് കുറ്റം പറഞ്ഞു? അങ്ങനെ കൂട്ടുകാരന്മാരുണ്ട്. അതായത് ചില കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് നമ്മൾ വിശ്വസിക്കും. അപ്പൊ അവര് നമ്മളെ തിരിച്ച് വിശ്വസിക്കും. അപ്പൊ നമ്മള് നേരത്തെ റിലേഷൻഷിപ്പ് പോലെയാണ് ഫ്രണ്ട്സും. ഇതെല്ലാം ഒരു ഇതിലൂടെ പോകണ, എല്ലാവരും മനുഷ്യരാണല്ലോ. അപ്പം ഈ ചിലപ്പം ഒരുപാട് വർഷം കഴിയുമ്പോൾ പെണ്ണ് വിചാരിക്കും അവന്റെ കൂടെ നടന്ന ഇനി ശരിയാവൂല, പോവാം, ഇല്ലെങ്കിൽ വേറെ റിലേഷൻ ആണ്, എന്റെ വീട്ടുകാരെ മതി എന്ന് തോന്നും. അതാണ് ഒരു സെൽഫിഷ് മൈൻഡ് വരുന്ന കൂട്ടുകാരന്മാരുണ്ടോ. ചില സാഹചര്യം വരുമ്പോൾ ഇരിക്കട്ടെ ഒരു പണി എന്നിട്ട് ഒരെണ്ണം വെച്ച് കൊടുക്കും. പക്ഷെ അവര് മനഃപൂർവ്വം ചെയ്യുന്ന അല്ല, സ്വഭാവം പണ്ടോട്ടേ ഉള്ളൊരു ശീലം. അങ്ങനെ അങ്ങനെ പറയും. നിന്റെ നല്ലൊരു കാര്യം പറയാമെന്ന് പറയും. ഇപ്പം ഞാനും ചേട്ടനും അടുത്ത ഫ്രണ്ട്സ് ആണ്. അപ്പൊ ചേട്ടന്റെ ഒരു ചേട്ടന്റെ വൈഫ് എന്നിട്ട് നല്ല കമ്പനിയായി. ചേട്ടൻ കമ്പനിയാക്കി തന്നു. എന്നിട്ട് ചേട്ടൻ പുറത്ത് പോയി ഒരു 2 പെഗ് അടിച്ചു എന്ന് വിചാരിച്ചു. ചേട്ടന്റെ വൈഫിന് അറിഞ്ഞൂടാ ചേട്ടൻ വെള്ളം അടിക്കുന്ന കാര്യം. അപ്പൊ ചേട്ടൻ നമ്മൾ ഒരുമിച്ചാ പോയി അടിച്ചേ. ഞാൻ നേരെ ഇങ്ങോട്ട് മാറിയിട്ട് ചേച്ചി വിളിച്ചു, ചേച്ചിയുടെ നല്ലൊരു കാര്യം പറയട്ടെ, ഇതോ അവിടെ ഇരുന്ന് കാട്ടാടി എന്ന് പറഞ്ഞിട്ട് ചെക്കൻ ഉണ്ടാവും. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇത് അവൻ്റെ അടുത്ത് പറയല്ലേ, ഞാൻ പറഞ്ഞൊന്നും പറയില്ലെന്ന് പറയും. ചേട്ടൻ വീട്ടിൽ പോകുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് വൈഫ് ചോദിക്കുവാണ്, നിങ്ങളൊന്നും അടിച്ചോ? അടിച്ചില്ല. അപ്പൊ ചേട്ടന്റെ മനസ്സിൽ ആര് പറഞ്ഞു? അപ്പൊ ഒരിക്കലും വിചാരിക്കൂല ഞാൻ പറഞ്ഞെന്ന്.
പിന്നെ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞറിയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. അത് ഭയങ്കര പെയിൻഫുൾ ആണ്. ഭാര്യ നമ്മളോട് പറയും ചെയ്യും. ഭാര്യ പറയും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ചെയ്യുന്നത് നല്ലതല്ലേ? ഞാൻ കള്ളു കുടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നല്ലേ? ഏതാണ്? ഞാൻ കള്ളു കുടിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ എന്റെ ഭാര്യയോട് ഇത് പറയുന്നത്. ഇപ്പൊ ചേട്ടന്റെ കൂടെ ചേട്ടന് ബിവറേജിൽ പോയിട്ട് ജവാന്റെ ഒരു ഫുള്ള് മേടിച്ചോണ്ട് തന്നിട്ട് കള്ളു കുടിക്കാതിരിക്കാൻ വേണ്ടി ഭാര്യ അടുത്ത് പറയുന്നത് ശരിയാണോ ചേട്ടാ? അവർക്ക് പറയുമ്പോ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഭാര്യ ഇല്ലാത്തോണ്ട് അടിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ചേട്ടന് മേടിച്ചോണ്ട് തരാതെ ഒറ്റയ്ക്ക് പോയിരുന്ന് അടിക്കുക. അപ്പൊ ചേട്ടന് മേടിച്ചോണ്ട് തരാൻ പറയുമ്പോൾ ഇല്ല ചേട്ടാ ഞാൻ പുറത്തോട്ട് പോവാണ്, ഇല്ലേ വേറെ എന്തെങ്കിലും, ഞാൻ മദ്യപാനം നിർത്തി എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ. ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് ഉണ്ടോ? ഈ ലോകത്ത് ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഉണ്ടെന്ന് പറഞ്ഞു എന്നെ പോലുള്ള ആളുകളുണ്ട്, വളരെ ചുരുക്കം ആളുകളാണ്. നീയല്ലേ പറയുന്നത് നിനക്ക് അങ്ങനത്തെ കൂട്ടുകാർ ഈ ഓഫീസിലുണ്ടെന്ന്? എങ്ങനത്തെ കൂട്ടുകാരാണ്? ഇതേ രീതിയിൽ കൂടെ നിന്നിട്ട് ബാക്കിൽ നിന്ന് കുത്തുന്ന കൂട്ടുകാർ ഇഷ്ടം പോലെ. ഞാൻ എവിടെ പോയാലും എനിക്ക് അങ്ങനെ ഒരുപാട് പേരെ കിട്ടാറുണ്ട്, നല്ല ആളുകളെ കിട്ടാറുണ്ട്. എന്റെ അർത്ഥം നീ കൊള്ളത്തില്ലെന്നാ? അല്ലല്ല, ഞാൻ നല്ല അങ്ങനത്തെ കൂട്ടുകാരൊന്നും ഇല്ലല്ലോ. ഇല്ല, നിന്റെ കയ്യിലിരിപ്പോണ്ടാണ്. എന്താണ്? അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ളവരെ അത് ചേട്ടൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാരണം തന്നെ ഞാൻ പറഞ്ഞുതരാം, വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ചേട്ടന്റെ കൂടെ നടക്കുന്ന ആളുകളെ വിശ്വസിച്ചുകൊണ്ട് നടക്കുവാണ്. ഇല്ലെങ്കിൽ ചേട്ടൻ അങ്ങനെ തോന്നത്തില്ല. അപ്പൊ വിശ്വസിക്കാത്തോണ്ടാണ്. വിശ്വസിക്കണം വല്ലപ്പോഴും. നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളെ വിശ്വസിക്കണം. മനുഷ്യനാണോ നിങ്ങള്? കൂടെ നടക്കുന്ന ആളുകളെ വിശ്വാസം ഇല്ല. 150 പണി ഇട്ട് കഴിയുമ്പോൾ നീ മാറിക്കൊള്ളും. അപ്പൊ ചേട്ടന് മനസ്സിലായി ചേട്ടന്റെ കൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു. 146 പണിയോടെ കിട്ടട്ടെ, അപ്പൊ മനസ്സിലായി. എനിക്കിപ്പോ 3-4 പണി. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിൽ ഒരാളെയും കണ്ടോട് വിശ്വസിക്കരുത്. ഒരാള് നമ്മളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. ശരിയാണ്. അല്ല, അയാളുടെ കുഴപ്പം കൊണ്ടല്ല. നമ്മൾ അയാൾക്ക് ആ സ്പേസ് കൊടുക്കുന്നുണ്ട്, ആ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ പറയാം. ഇപ്പൊ റിഷാദ് കഴിഞ്ഞ ദിവസം 15 ദിവസം ഓഫീസിലോട്ട് വരാൻ ഞാൻ എന്താ വിളിച്ചു പറഞ്ഞു? ആദ്യം പറഞ്ഞു വരണ്ട, പിന്നെ പറഞ്ഞു നീ നല്ല കണ്ടന്റ് ആയിട്ട് വരുവാണെങ്കിൽ വരാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഞാൻ വേറെ കാര്യം പറഞ്ഞു, റിഷാദ് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല കലാകാരനാണ്, ഫ്യൂച്ചർ ഉണ്ട്, നീ നല്ല സിനിമ നടന്നു. പക്ഷെ ഇതേ രീതിയിലാണെങ്കിൽ എന്റെ കൂടെ സഹകരിക്കാൻ പറ്റത്തില്ല. സ്നേഹമുണ്ട്, നീ എപ്പോ വേണേലും വന്നോ, കാണാം, ഇവിടുത്തെ റൂമിൽ ഒന്ന് കിടന്നുറങ്ങി കുഴപ്പമില്ല, ജോലിക്കായിട്ട് വരണ്ട. ഞാൻ എന്തെങ്കിലും അല്ലാതുള്ള പ്രോഗ്രാമോ വരുമ്പോ ഞാൻ വിളിക്കാം. അതെന്തുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്? പണ്ടത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് ചേട്ടന് അത്രയും അടുത്തായതുകൊണ്ട് അല്ല, ഒരിക്കലും അല്ല, ദൂരെ ആയതുകൊണ്ട്. അതുകൊണ്ടല്ല, എന്നാ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടല്ല. ഞാൻ മനസ്സിൽ നിന്നെ 60% സ്നേഹിക്കുന്നുള്ളൂ, 40% പണ്ട് ഞാൻ അങ്ങനെ 100% സ്നേഹിക്കുക. എന്താ ബാക്കി 40% എവിടെ പോയി? ആ 40% ഈ പോക്കത്തരം കാണിക്കുന്ന പ്രതീക്ഷയാണ് എനിക്ക്. പ്രതീക്ഷയാണ്. പക്ഷെ അത് നല്ല ശരിയായില്ലേ? ഇപ്പൊ ശരിയായി. ഇപ്പൊ ക്ലിയർ ആയി. ഞാൻ പോക്കത്തരം കാണിച്ചപ്പോ എന്റെ തീരുമാനം കറക്റ്റ് ആയിരുന്നു മനസ്സിലായില്ലേ? അത് മനസ്സിലായി. ഇതേ രീതിയിൽ നമ്മൾ എല്ലാവരും കണ്ടാൽ മതി. അത് നമ്മുടെ ഒരു അടുത്ത ഫ്രണ്ടിന് നമ്മളൊരു 60% സ്പേസ് കൊടുത്താൽ മതി എന്നാണ്. ബാക്കി 40%. ഞാൻ നാളെ ഒരു പോഡ്കാസ്റ്റ് കണ്ടതാണ്. ഒരു ബിസിനസ്സുകാരൻ പറയുന്നത്, അയാള് ഒരു കടയില് ജോലിക്ക് എല്ലാ കാര്യങ്ങളും ഒരാളെ ഏൽപ്പിച്ചു. അയാളെ വിശ്വസിച്ചു, ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. കുറച്ചാൾ ഇയാൾ നാട്ടിൽ പോവാണെന്നോ ജോലി നിർത്തി പോവാണെന്നോ പറഞ്ഞ് ജോലി നിർത്തിപ്പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഈ കടയുടെ നേരെ ഓപ്പോസിറ്റ് ഈ കക്ഷി പുതിയ കടയിട്ടു. അയാള് നിർത്തി പോയ ആള് പുതിയ കടയിട്ടു. അപ്പൊ ഇയാൾ പറയണം അതൊരു വിശ്വാസവഞ്ചനയായിപ്പോയി എന്ന് പറയണം. അപ്പൊ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പറഞ്ഞു അത് വിശ്വാസവഞ്ചനയല്ല, അത് നിങ്ങളുടെ കയ്യിലെ കുഴപ്പമാണ്. കാരണം എന്താണ്, അയാൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ അയാൾക്കുടെ ആഗ്രഹം ഒരു മുതലാളി ആവുകയാണ് എന്നുണ്ടെങ്കിൽ അവനതാവും. അവനങ്ങനെ ഉറച്ച വിശ്വാസം അവനാവും. ഇയാള് ബുദ്ധിമാനായിരുന്നെങ്കിൽ എന്താ ചെയ്യണ്ടേ? അതിന് വേണ്ടിട്ട് അല്ല, അവനോട് ചോദിക്കണം, എടാ നമുക്കൊരു കട അപ്പുറത്തോട്ട് മാറ്റിയിട്ടാണ് നമുക്ക് 2 പേർ കൂടെ ബുദ്ധിപൂർവ്വം ഓപ്പറേറ്റ് ചെയ്താൽ പരാതി പറയേണ്ട ആവശ്യം വരത്തില്ല. അതെ, അതുകൊണ്ട് ഇപ്പം അങ്ങനെ ആലോചിക്കാൻ ഒറ്റയ്ക്ക് പോയി അപ്പുറത്ത് കട. ഇന്നാള് നമ്മുടെ ക്യാമറമാൻ കൃഷ്ണൻ എന്നോട് എന്ന് പറഞ്ഞു, ചേട്ടാ തിരുവനന്തപുരത്ത് ഒരു സ്റ്റുഡിയോ കിടപ്പുണ്ട്, വാടക എടുക്കാം, എടുത്തിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു ഫോണൊക്കെ കൊടുത്തു. ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഈ ചാനൽ ഏതെങ്കിലും ഒരെണ്ണം ഏറ്റെടുത്ത് നടത്തിക്കോ, അതിന് നടത്താനുള്ള സംവിധാനങ്ങൾ ഞാൻ ചെയ്തുതരാം, നീ നടത്ത്, നിനക്ക് ശമ്പളം ഇല്ല, നടത്തിയിട്ട് എന്റെ പ്രോഫിറ്റ് ചെയ്ത് തരാം. അപ്പൊ അവൻ താഴെ വെച്ച് അപ്പൊ പറഞ്ഞു വേണ്ട. അല്ല, ഞാനിത് എല്ലാവരോടും പറയുന്നതാണ്. ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ, ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, ഞാനതിന് വേണ്ട ഭൗതിക സാഹചര്യം ഒരുക്കി തരാം. നമുക്കിവിടെ സ്പേസ് ഉണ്ട്. ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടോ? നിങ്ങൾ എന്നെ കൊണ്ട് കൂടുന്നതാണെങ്കിൽ ഞാൻ കൂടാതെ. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ പരാതി വെച്ചിട്ടുണ്ടോ, എന്നെ അവർ ചതിച്ചു, എന്നെ അവർ. ഇപ്പൊ അതൊന്നുമില്ല. എന്താണ് ഇപ്പൊ അങ്ങനെ ഇല്ലാതെ? ചേട്ടൻ ഇത്രയും നാളത്തെ ഒരു മീഡിയ ഫീൽഡിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത്രയും നാളെ നിന്നിട്ട് ചേട്ടൻ എന്താണ് മനസ്സിലായത്? ഇവിടെ ഇതിനകത്ത് മനസ്സിലാക്കാനൊന്നുമില്ല. ഇന്ന് കാണുന്നവരെ നാളെ കാണത്തില്ല, നാളെ കാണുന്നവരെ മറ്റന്നാളെ കാണത്തില്ല. ആരും ഒന്നിനും എന്തല്ല, പിന്നെ വേറെ കാര്യമുണ്ട്. ചിലര് പറയും ഞാൻ അവന് അങ്ങനെ ചെയ്തു കൊടുത്തു, ഞാൻ അവന് ഇങ്ങനെ ചെയ്തു കൊടുത്തു, എന്നിട്ടും അവൻ അവിടെ പോയി. അതൊക്കെ വെറുതെയാ. അവനെ ഞാൻ നിനക്ക് റിഷാദിന് എന്തെങ്കിലും ഞാൻ ചെയ്തു തരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ റിഷാദിന് ഞാനിപ്പോ റിഷാദിന്റെ ബർത്ത്ഡേക്ക് ഞാൻ നിനക്കൊരു മുണ്ടുടുപ്പ് മേടിച്ചിരുന്നു. നീ എന്താ രോഹിതേട്ടൻ എനിക്ക് മുണ്ടുടുപ്പ്? അങ്ങനൊന്നും അല്ല. അതിന്റെ എന്തെങ്കിലും ഒരു കാര്യം കാണും.
അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം എല്ലാ മനുഷ്യരിലും ആ കാണും. ചിലപ്പോ അത് പണമാകാം, ജോലിയാകാം, സ്നേഹമാകാം. എനിക്ക് എന്തായാലും മുണ്ടും മുടുപ്പ് മേടിച്ചത് പണത്തിനല്ല, സ്നേഹത്തിനാണോ? അങ്ങനെയല്ല, അങ്ങനെയല്ല. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അതായത് ചില മനുഷ്യർ ആനയെ പോലെ. ആനയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? മതപ്പാട് വരുമ്പോ ആനയ്ക്ക് അതൊന്നുമല്ല ആനയുടെ ഏറ്റവും വലിയ പ്രശ്നം. ആനയ്ക്ക് ആനയുടെ ശരീരം എന്താണെന്ന് അറിയില്ല, ആനയുടെ പവർ എന്താണെന്ന് ആനയ്ക്ക് ചെവി വെച്ച് മറച്ചേക്ക. അപ്പൊ ആ ചെവി വെച്ച് എന്നാ ചെവി മുറിഞ്ഞ സ്വന്തം ശരീരവും സ്വന്തം സ്ട്രെങ്ത് കാണുന്നോ അന്ന് പാപ്പാനെയും നാട്ടുകാരെയും കൊന്നിട്ട് ആന കാട് കയറും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കുമ്പോ കാണുമ്പോഴാണ് ഈ ആന പാപ്പാനെ കുത്തിക്കൊല്ലുന്നല്ലേ? അതെനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പോലും നിനക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. എന്താ പറ? അതായത് ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയൂല. ആനയുടെ ചെവി എന്ന് മുറിയുന്നു അന്ന് ആനയ്ക്ക് വലുപ്പം അറിയാം. അപ്പൊ ഈ ചെവി മുറിയതുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അയ്യോ അങ്ങനല്ല, ഞാൻ നിന്റെ സ്വന്തം ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എനിക്ക് എന്റെ വില അറിയൂല. അപ്പൊ ഞാൻ നീ എന്ന് നിന്റെ വില അറിയുന്നു അന്ന് ഇവിടെ വിട്ടുപോകും. വെറുതെ എന്റെ ആട്ടത്തൊപ്പം ചീത്ത കേൾക്കാൻ നിൽക്കും. യെസ്, ഇങ്ങനെ പറഞ്ഞ വില അറിയിക്കല്ലേ? നീ പോന്നെ പൊക്കോ, രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോ. നിനക്ക് പ്ലാൻ ഉണ്ട്, നിന്റെ മനസ്സിൽ കൃത്യമായ പ്ലാൻ ഉണ്ട്. കുറച്ച് നാളോട് ഇവിടെ താങ്ങി നോക്കി നിന്ന് സത്യം പറഞ്ഞാൽ മാസം ശമ്പളം മേടിച്ച് വെറുതെ ഇരുന്ന് പോണം. സത്യം അത് മനസ്സിലാക്കിയിട്ട് നിനക്ക് കൃത്യമായി പണി തരിക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അതെ, അതാണ് ചേട്ടന്റെ വിജയം. അതെ, റിഷാദ് ഓഫീസിൽ എങ്ങനെ വന്നേ? ഞാൻ എങ്ങനെ വന്നത്? ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നു. ആറ് ഇന്റർവ്യൂ? എന്റെ ഇന്റർവ്യൂ. ഞാൻ ഇന്റർവ്യൂ കൊടുക്കാൻ ഇന്റർവ്യൂ തരാൻ വേണ്ടി വന്നു. നിന്നെ എനിക്ക് പരിചയപ്പെടുത്തിരുന്ന ബാലചേട്ടൻ. ബാലചേട്ടൻ പരിചയപ്പെടുത്തി നീ ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നു. നിന്റെ ഇന്റർവ്യൂ എടുത്തത് ഞാൻ. അതെ, പ്രിയപ്പെട്ട റിഷാദ്. ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇവിടെ നിന്നുള്ള ചില്ലറ മേടിച്ച് പോയായിരുന്നെങ്കിൽ പോയി വല്ല കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. അല്ല, ഇന്റർവ്യൂ കഴിഞ്ഞ് വൈകുന്നേരം വരെ വിട്ടിരുന്നു. ഇവിടുത്തെ സ്റ്റാഫിന് കൊണ്ടുവച്ച പൊതിച്ചോറ് പൊടിച്ച് കഴിച്ചു. ഇവിടെ വന്നവരോടെല്ലാം തമാശയൊക്കെ പറഞ്ഞു വിട്ടിരുന്നു. എല്ലാവരും ചിരിപ്പിച്ചു. നമ്മൾ അന്ന് 2 ഇന്റർവ്യൂ എടുത്തു. അതായത് രാവിലെ എടുത്തിട്ട് പോരാഞ്ഞിട്ട് വൈകിട്ട് ഒന്നുകൂടെ നമ്മൾ എടുത്തായിരുന്നു. ഞായിരുന്നു. പിന്നെ അവസാനം വലിയ കഥകളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവിടുന്ന് പോയി. പിന്നെ ഇവിടെ ആങ്കറായിട്ട് വന്നു. പിന്നെ ഇടയ്ക്കിട്ട് പോയി. പിന്നെ ഒരു 15 ദിവസത്തേക്ക് ലീവ് എടുത്തു. തിരിച്ചു വന്നപ്പോ നിന്റെ പോസ്റ്റ് എന്തുവാ? എഡിറ്റർ, വീഡിയോ എഡിറ്റർ. അതെ, എഡിറ്റിംഗ് അറിയായിരുന്നോ? ഇല്ലായിരുന്നു. ഇപ്പൊ പഠിച്ചു. 2 ദിവസം കൊണ്ട് പഠിച്ചോ? ഇതൊക്കെ എന്റെ പ്ലാനിങ് ആണ്, മനസ്സിലായോ? അല്ല, ചേട്ടൻ ഇപ്പൊ പ്ലാൻ ചെയ്തു. നിന്റെ പ്ലാനിങ് ആണ് എന്ന് നിനക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ് എന്റെ വിജയം. അവിടെ ചേട്ടനും പ്ലാനിങ് ചെയ്യുന്നുണ്ടോ? അപ്പൊ എന്റെ പ്ലാനിങ്ങിന്റെ ഇടയിൽ ചേട്ടൻ പ്ലാനിങ്. ഞാൻ ഇങ്ങനെ ഒരു കാരണം കാത്തിരിക്കുകയായിരുന്നു നിന്നെ പിടിച്ച് എഡിറ്റിംഗിന് ഇരുത്താൻ. നിന്നെ പിടിച്ചൊരു തിരുത്താൻ. അത് ചേട്ടന്റെ പ്ലാനിങ് ആയിരുന്നു. ആ സമയത്ത് ഒരു എഡിറ്റിംഗ് പഠിക്കാനുള്ള ഒരു പ്ലാനിങ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ ഓഫീസിൽ എല്ലാവരും എല്ലാം പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അത് ചേട്ടന്റെ ആഗ്രഹം. അത് ഇപ്പൊ കൃഷ്ണന്റെ കാര്യം ഞാൻ പറയാം. ക്യാമറമാൻ കൃഷ്ണൻ, അവന് നന്നായി വീഡിയോ എഡിറ്റിംഗ് അറിയാം. ഞാൻ എത്ര പറഞ്ഞാൽ അവൻ ചെയ്യാത്താണ് അവന്റെ വിജയം. അതാണ് പുള്ളിയുടെ പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്. പക്ഷെ എന്റെ മനസ്സിൽ ഞാനത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെന്നുള്ളത് അവൻ അറിയുന്നില്ല. അത് രോഹിത്തേട്ടൻ വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിൽ. ഇതെല്ലാം ഒരു പ്ലാനിങ്ങിലൂടെ. എല്ലാ പ്ലാനിങ്ങില്ല, എന്നാലും ഒരു പക്കാ ബിസിനസ് തന്നെ ആവാൻ പറ്റും. റിഷാദ് ഇവിടെ വെറുതെ വന്ന് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നാലും ഒരു വീഡിയോ 2 വീഡിയോ എടുത്താലും ഞാൻ മാസം തരാനുള്ള പൈസ തരണേ. ശമ്പളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തരണം. അപ്പൊ അത് മുതലാക്കണം എന്നുള്ള ചേട്ടൻ. അത് എങ്ങനെ മുതലാക്കാം എന്നുള്ളതാണ് എന്റെ വിജയം. ഞാൻ കഴിഞ്ഞ കുറെ കാലം അങ്ങനെ ചിന്തിക്കാതെ പോയതുകൊണ്ട് എനിക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം. നഷ്ടം ഞാൻ പറയുന്നില്ല, എന്റെ കയ്യിലിരിക്കേണ്ട പൈസ നിങ്ങളുടെയൊക്കെ കയ്യിലേക്ക് വന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താ? ഇപ്പൊ ഒരു എഡിറ്റർക്ക് മാസം ഒരു ശമ്പളം കൊടുക്കണം. ഇപ്പൊ റിഷാദ് തന്നെ വീഡിയോ എടുക്കാനും എനിക്ക് ഇരുത്താം, ക്യാമറ ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ആങ്കറിംഗ് ചെയ്യാം, എല്ലാത്തിനും ചെയ്യാം. അപ്പൊ ഇതേ രീതിയിൽ പ്ലാൻ ചെയ്താൽ സന്തോഷ് വർക്കി ആറാട്ടണ്ണനും ഞാൻ എന്നെ പോലെ ആ യൂണിവേഴ്സിനും കുറച്ചും കൂടി ബെറ്റർ ആവാൻ നന്നാവാം ഇതുപോലെ ചെയ്താൽ. ദയവ് ചെയ്ത് ആ യൂണിവേഴ്സിന് ഇനി നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നിലും ഒരിടവില്ല.